എന്താ ജയശങ്കറെ, സുഖം തന്നെയല്ലേ? എല്ലാം നന്നായിട്ട് നടക്കുന്ന കേട്ടാ. അവസാനം നമ്മൾ കണ്ടതിനേക്കാളും രേവതി അല്പം തടിച്ചിട്ടുണ്ട് അല്ലടോ? അതെ അതെ. തൈറോയ്ഡ് ഉണ്ടായിരുന്നു, അതിന്റെ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ പിന്നെ പറയണ്ടല്ലോ. അത് ശരിയാ. വാ രേവ ചേച്ചി. മോളെ, ചേച്ചിക്ക് സുഖാണോ? ഞങ്ങൾക്ക് സുഖമൊക്കെ തന്നെയാ. നിന്റെ വിശേഷം പറ പെണ്ണേ. എനിക്കിവിടെ എന്താ ഒരു കുറവുമില്ല. നാട്ടിലെ 4 പെണ്ണുങ്ങൾ കൂടുന്നിടത്തൊക്കെ നിന്നെ കുറിച്ചാ മെയിൻ ചർച്ച. എന്ത്? പിന്നെ പറയാതിരിക്കുവോ? ഒരു കല്യാണം കൂടാൻ വേണ്ടി സിറ്റിയിലേക്ക് വന്ന നീ ഇവിടെ തന്നെ അങ്ങ് കൂടിക്കളഞ്ഞില്ലേ? അത് ഞങ്ങളുടെ കുടുംബത്തിന് ഭാഗ്യമുള്ളത് കൊണ്ടാ നന്ദിനിയെ പോലൊരു മരുമോളെ ഞങ്ങൾക്ക് കിട്ടിയത്. അത് യതിയേട്ടൻ പറഞ്ഞത് കാര്യമാണ്. നന്ദിനി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുമായിരുന്നല്ലോ. അപ്പൊ നമ്മൾ തമ്മിൽ പറയും, നമുക്ക് പറ്റിയൊരു വീട്ടിലേക്കാ ഇവളെ കെട്ടിച്ചു വിടേണ്ടതെന്ന്. ആ കുടുംബം പിന്നെ ഇവള് നോക്കിക്കൊള്ളുമല്ലോ. ചേച്ചി, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അസുഖമൊന്നുമില്ലല്ലോ? വയ്യടി. പിന്നെ അമ്മയായതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഒരിടത്തും ഇരിക്കില്ല. നിനക്കറിയാലോ അമ്മയുടെ സ്വഭാവം. പിന്നെ എനിക്കറിയില്ലേ, എനിക്ക് എന്തോരം കഥകളാ പറഞ്ഞു തന്നിരിക്കുന്നത്. അമ്മ ഫോൺ ചെയ്യുമ്പോഴൊക്കെ നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരാളാ നന്ദിനി. അമ്മയ്ക്ക് വലിയ കാര്യമാ. വരൂ, അകത്തേക്ക് പോവാ. വാ ചേച്ചി. എവിടെയുള്ള മറ്റാൾക്കാരൊക്കെ? സൂര്യ സാർ പുറത്തു പോയിരിക്ക. അതാരാ സൂര്യ സാർ? ഈ സാറ് വിളിയൊന്ന് അവസാനിപ്പിക്കാൻ ഞാൻ പലതവണ അവളോട് പറഞ്ഞതാ. എന്തിന് എന്നെ അച്ഛാന്ന് ഇതുവരെ ഒന്ന് വിളിച്ചിട്ടില്ല. ഓളെ, നല്ലത് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്നവർക്കും വേണ്ടി ദൈവം എന്തെങ്കിലും കാത്തു വച്ചിട്ടുണ്ടാവും. അതുപോലെ നിനക്ക് കാത്തുവച്ചതാ ഇവിടുത്തെ മോളുടെ ജീവിതം. മാത്രമല്ല, യതിയേട്ടനെ പോലെ ഒരാളെ അച്ഛനായി കിട്ടുക എന്ന് വെച്ചാ അത് വന്നു കയറുന്ന പെൺകുട്ടിയുടെ സൗഭാഗ്യം തന്നെയാ. സൂര്യ വരില്ലേ യതിയേട്ടാ? അവനെ കണ്ടിട്ട് കുറച്ചു നാളായി. അവനൊരു അത്യാവശ്യ കാര്യത്തിന് പുറത്തു പോയിരിക്കുക. മിക്കവാറും കുറച്ചു കഴിയുമ്പോ വരും. നിങ്ങൾ ഇപ്പൊ ഇറങ്ങുന്നില്ലല്ലോ? അയ്യോ, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സമാധാനമായിട്ട് നമുക്ക് പോവാം. ആദ്യം രണ്ടുപേരും ഇരിക്കേ. മോളെ നന്ദിനി, ഇവർക്കെന്താ കുടിക്കാൻ കൊടുക്കുന്നത്? പതുക്കെ മതിയടി പെണ്ണേ. ആദ്യം നിന്നോട് കുറച്ച് വർത്താനം പറയട്ടെ. അച്ഛനും അനിയത്തിമാരൊക്കെ വരാറുണ്ടോ ഇങ്ങോട്ട്? അവർക്ക് സൗകര്യം കിട്ടുമ്പോ വരും. യതിയേട്ടാ, കല്യാണം ഇങ്ങനെയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇവിടെ പത്മേച്ചിക്കും മക്കൾക്കും ഒക്കെ ചില വിരോധമുണ്ടെന്ന് എന്നൊക്കെ നാട്ടിലൊരു ചർച്ചയുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയല്ലോ അല്ലേ? ഇപ്പോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ നന്ദിനിയുടെ സ്വഭാവം വെച്ച് ശത്രുക്കളായാൽ പോലും പെട്ടെന്നങ്ങ് കൂട്ടായി പോവും. ഞാനെന്നാ ചായ എടുക്കാം. നിങ്ങൾ പറഞ്ഞത് സത്യം. ഒരു കുടുംബത്തിന് കിട്ടാവുന്ന മഹാസൗഭാഗ്യം തന്നെയാണ് നന്ദിനി മോള്. എന്റെ മോന്റെ കാര്യത്തില് അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഈ വിവാഹത്തിന് ശേഷം സംഭവിച്ചിട്ടുള്ളത്. എല്ലാം താനിയൂരമ്മയുടെ കടാക്ഷം. പറഞ്ഞത് കേട്ടതനുസരിച്ച് ഇതല്പം സീരിയസ് ഇഷ്യൂ ആണല്ലോ സൂര്യ. നിരന്തരമായി നന്ദിനിയെ തേടി അങ്ങനെയുള്ള ആളുകൾ വരിക എന്ന് പറയുന്നത് ഒരു സാധാരണ ഭീഷണി അല്ല. മേ ബി ഒരു കൊട്ടേഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കും അങ്ങനെ തന്നെ തോന്നി. അയാളെ അപകടപ്പെടുത്തി അടങ്ങുമെന്ന് ആരോ തീരുമാനിച്ചതുപോലെ. അതെ, ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവർ നിങ്ങളുടെ വീട്ടിലെത്തിയെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എനിവേ, നന്ദിനിയുടെ കാര്യത്തിൽ നിങ്ങൾ കാര്യമായി ഒന്ന് ശ്രദ്ധിക്കണം.
പ്രത്യേകിച്ച് അയാളെ തനിച്ചൊന്നും പുറത്തു വിടണ്ട. ഏയ് ഇല്ല. പക്ഷെ എങ്ങനെയെങ്കിലും ഇതിനൊരു അവസാനം വേണമല്ലോ. സൂര്യ, അവർ വീടിന്റെ ഉമ്മറം വരെ എത്തിയല്ലോ. വീട്ടിലെ CCTV-യിൽ അവരെ കാണാൻ പറ്റുമല്ലോ. ആ, വീട്ടിലെ CCTV വർക്കിംഗ് അല്ല. മുമ്പൊരിക്കൽ എന്തോ ഒരു കംപ്ലൈന്റ് വന്നപ്പോ അമ്മ പിന്നെ അത് വെക്കണ്ടെന്ന് പറഞ്ഞു. വൈ? അത് അമ്മയുടെ വിശ്വാസമായിരുന്നു, നമ്മുടെ വീട് ആക്രമിക്കാൻ ആരും വരില്ല എന്ന്. ഇത്തരം കെയർലെസ്സാ കുറ്റവാളികൾക്ക് വഴിയൊരുക്കി കൊടുക്കുന്നത്. എനിവേ, താനത് റെഡിയാക്കാനുള്ള ഏർപ്പാട് ചെയ്യും. എന്നിട്ട് എന്നെ ഒന്ന് മുൻകൂട്ടി വിളിച്ചു പറഞ്ഞ് നന്ദിനിയുമായിട്ട് ഓഫീസിലേക്ക് ഒരു ദിവസം ഇറങ്ങ. ഈ നഗരത്തിലെ പ്രധാന കുറ്റവാളികളുടെയൊക്കെ ഡീറ്റെയിൽ ഹിസ്റ്ററി ഓഫീസിലുണ്ട്. ചെറുതും വലുതുമായ ഗുണ്ടകളുടെ ഫോട്ടോസ് നമുക്ക് നന്ദിനിയെ കാണിക്കാം. ആരെങ്കിലും നന്ദിനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാണ്. ഓക്കെ, ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ഇറങ്ങാം. താങ്ക് യു. നിന്റെ ഒരു കാര്യത്തിന് അല്പം ബുദ്ധിമുട്ടാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിന് നിന്റെ താങ്ക്സ് ഒന്നും വേണ്ട. ഇനി എന്തെങ്കിലും വിഷയം ഉണ്ടായാ ആ നിമിഷം നീ എന്നെ വിളിച്ചിരിക്കണം. ഓക്കെ? ഓക്കെ, ശരി. ശരി. കൈപ്പുണ്യൊന്നും പോയിട്ടില്ല നിന്റെ. യതേട്ടാ, ഇടയ്ക്ക് അവള് വീട്ടിൽ വരുമ്പോഴേ അടുക്കളയിൽ എന്നെ സഹായിക്കാറുണ്ടായിരുന്നു. ആഹാ. എന്റെ അമ്മേ, അന്നത്തെ ദിവസം ജയേട്ടൻ ഭക്ഷണം കഴിക്കേണ്ടതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അതെ. പറഞ്ഞിട്ടെന്താ, മാജിക് അല്ലേ ചെയ്തു വെച്ചിരിക്കുന്നേ. ഞങ്ങൾ ഇവിടെയും നന്ദിനിയുടെ ആഹാരത്തിന്റെ ഫാൻസ് ആണ് കേട്ടോ. എന്തുപറ്റി പത്മ? താൻ കിടക്കായിരുന്നു? ആ, ചെറിയൊരു തലവേദനയുണ്ട്. ആ, തലവേദന കാരണമായിരിക്കും പത്മേച്ചിയുടെ മുഖത്തൊരു പ്രസന്നത ഇല്ലാത്തത് അല്ലേ? യതിയേട്ടൻ നന്ദിനിയെ കുറിച്ച് പറയായിരുന്നു പത്മേച്ചി. നന്ദിനി ഏത് കുടുംബത്തിൽ ചെല്ലുന്നോ അവിടെ ഐശ്വര്യം ഉണ്ടാവുന്ന പണ്ടേ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അല്ല, നിങ്ങൾ വിവാഹം ക്ഷണിക്കാനല്ലേ വന്നേ? ഇത്രയും ദൂരം വിവാഹത്തിന് വരണമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. കമ്പനിയിൽ തിരക്കുകൾ ഒരുപാടുണ്ട്. പിന്നെ ഒരു നാളും നോക്കാം. നന്ദിനി, ഒന്നിങ്ങ് വന്നേ. എന്താ മാഡം? എന്റെ ബാത്റൂം ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അല്ല, അത് ഞാൻ കനകയോട് ചെയ്യാൻ പറഞ്ഞല്ലോ. കനകയോട് ചെയ്യണമെന്നാണോ ഞാൻ പറഞ്ഞത്? നിന്നോട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞ അത് നീ ചെയ്യണം. മനസ്സിലായോ നിനക്ക്? ഒരു വൃത്തിയില്ല, വെടിപ്പില്ല. ഇതുപോലുള്ള ജോലിക്കാരുണ്ടായാൽ മതി വീട് നാശാവൻ. ഡാഡി ഒന്നും മിണ്ടാതിരുന്നേ. എടുത്ത് തലേ കെട്ടി വെച്ചിട്ടാ ഇവൾക്കൊക്കെ ഈ അഹങ്കാരം. അത് പിള്ളേര് തമ്മിൽ അങ്ങനെയാ, അല്ലാതെ നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ. നന്ദിനി, ഇന്നലെ എന്റെ ഡ്രസ്സ് എപ്പോഴും മടക്കി വെച്ചത്? വൈകുന്നേരം. ഡ്രസ്സ് മാത്രമല്ലേ മടക്കി വെക്കാൻ പറഞ്ഞത്? അല്ലാതെ എന്റെ ആഭരണങ്ങൾ എടുത്ത് അതിനകത്ത് ഒളിപ്പിച്ചു വെക്കാൻ പറഞ്ഞോ? ആഭരണങ്ങളോ?